പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര സമരയാത്രാവേദിയിൽ പി.വി. അൻവർ എത്തി. നിലമ്പൂർ എടക്കരയിലാണ് അൻവർ പങ്കെടുത്തത്. വന്യജീവി പ്രശ്നത്തിന്റെ ഗൌരവം മനസ്സിലാക്കാത്ത രണ്ടുപേർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും വനമന്ത്രിയുമാണെന്നാണ് അൻവറിന്റെ വിമർശനം. വരാനിരിക്കുന്ന UDF സർക്കാർ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് പി.വി. അൻവർ അഭ്യർത്ഥിച്ചു. നിലമ്പൂരിൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആരായാലും 30,000 വോട്ടിന് ജയിക്കുമെന്നും വേദിയിൽ അൻവർ പറഞ്ഞു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, താങ്കൾ നിലപാടെടുക്കുന്ന നേതാവാണ്. താങ്കൾ എടുക്കുന്ന പല നിലപാടുകളും ഈ നാടിന്റെ പൊതുനന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ വിഷയത്തിൽ നിങ്ങളൊരു നിലപാടെടുക്കണം. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം UDF മുഴുവൻ നേതാക്കളും എടുക്കുകയാണ്. അതിഗൗരവമായ ഒരു വിഷയമായി ഈ മയക്കുമരുന്ന് ഈ സംസ്ഥാനത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ എങ്ങനെ അതിനെ ജനങ്ങളെ കൂട്ടി അതിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും എന്ന് ഗൗരവമായി ആലോചിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും അത് തടയാനുമുള്ള പദ്ധതികളുമായിട്ട് UDF മുന്നോട്ട് വരണം. കേരളത്തിലെ ജനകോടികളുടെ പിന്തുണ അതിനുണ്ടാകും. നെയ്യാറ്റിൻകരയിലെ ഗോപന്റെ സമാധി സ്ഥലം ഇപ്പോൾ തിരക്കൊഴിഞ്ഞ നിലയിലാണ്. രാവിലെയും വൈകിട്ടും പതിവായി ഇവിടെ പൂജകളും നടക്കുന്നുണ്ട്. വരുമാന മാർഗമായി ഉണ്ടായിരുന്ന 2 പശുക്കളിൽ ഒന്നിനെ വിറ്റ് സമാധി സ്ഥലത്ത് ശിവലിംഗം പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. സമാധിക്ക് ശേഷം ആദ്യമായാണ് ഗോപന്റെ ഭാര്യ വിവാദങ്ങളോട് പ്രതികരിക്കുന്നത്. നെയ്യാറ്റിൻകര കാവുവിളാകത്തുള്ള ഗോപൻ സ്വാമിയുടെ വസതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരാഴ്ചയായി കേരളം ആകാംക്ഷയോടെ കണ്ട അല്ലെങ്കിൽ ഇന്നേ വരെ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു സമാധിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ, ഈ സംഭവങ്ങൾക്ക് ഒരാഴ്ച പിന്നിടുമ്പോൾ എന്താണ് ഇവിടുത്തെ സാഹചര്യമെന്ന് ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചന തന്നെ നമ്മളോട് പങ്കുവെക്കും. ഇപ്പം ഈ വലിയ തിരക്കായിരുന്നു ഒരാഴ്ച മുമ്പ്. ഇപ്പൊ എങ്ങനെയാണ് സാഹചര്യം ഇവിടെ? സമാധാനം തന്നെ ആണ്. ആരെങ്കിലൊക്കെ വരുന്നുണ്ടോ? ആൾക്കാർ സ്വാമിമാർ കൂടുതലും വരുന്നുണ്ട്. പിന്നെ RS-ആയിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ കൂടുതലും പിന്നെ RS-ആയിട്ടൊക്കെ ഇടപെടാന്നുള്ള ധാരണയിലാണ്. ഇന്നലെയും കൂടെ ക്ഷേത്രത്തിന് ഈ വിനോദയാത്രയായിട്ടൊക്കെ ക്ഷേത്രത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ആൾക്കാരെല്ലാം തീർത്ഥാടന കേന്ദ്രം പോലെയോ തീർത്ഥാടന കേന്ദ്രമായിട്ടൊക്കെ ആൾക്കാരെല്ലാം തീരുമാനിച്ച് ഈ വരുന്ന ഞായറാഴ്ചയായിരുന്നു ഇവിടെ ഒരു കമ്മിറ്റി അവർ കൂടും RS-ന്റെ ഭാഗമായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ തുടർന്ന് ഇവിടെ 41 ചടങ്ങുണ്ട്. ശിവലിംഗത്തിന് ഓർഡർ കൊടുത്തിരിക്കുന്നു. ഇതിന്റെ പ്രതിഷ്ഠയുടെ ഈ സമാധിയുടെ ഇത് ഹിന്ദു ആയിട്ടുള്ളവർക്ക് പറയുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ശിവലിംഗം ഇത് വെച്ചാണ് 41 ചടങ്ങ്. അത് അതിന്റെ മുകളിൽ സ്ഥാപിക്കും അല്ലേ? സ്ഥാപിക്കും. ഇത് ഇപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ 2 നേരത്തെ പൂജ മുടങ്ങിയിട്ടില്ല. അപ്പൊ 2 നേരം പൂജയുണ്ട്. 2 നേരം ക്ഷേത്രത്തിലായ സമാധിയിലാണ് നടത്തുന്നത്. ാണ് ഋഷിപീഠം എന്ന ആലേഖനം ചെയ്തിരിക്കുന്ന ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം. ഇവിടെ രാവിലെയും വൈകിട്ടും പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബാംഗങ്ങളും നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഒരു എയർ ഹോളാണ് എന്നാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അകത്തുനിന്ന് വായു പുറത്തേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അവിടെ തന്നെ ആയിരിക്കാം ഈ ശിവലിംഗം അത് അവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടക്കുന്നത്. ശിവലിംഗം പ്രതിഷ്ഠിച്ചതിന് ശേഷം ഇതിന് ചുറ്റും ഒരു ധ്യാനിക്കാൻ ഇരിക്കുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളുടെ സജ്ജമാക്കിക്കൊണ്ട് ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകളാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഈ കുടുംബാംഗങ്ങളുമായി ആലോചിച്ചിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടിയാണ് ഈ കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ സമാധി കഴിഞ്ഞ് ഒരാഴ്ച പിന്നിടുമ്പോൾ ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലത്ത് നിന്നുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. അമേരിക്കൻ എയർലൈൻസ് വിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് നദിയിൽ വീണു. 18 പേർ മരിച്ചു. നദിയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വാഷിംഗ്ടണിനടുത്ത് റൊണാൾഡ് റീഗൻ വിമാനത്താവളത്തിലാണ് അപകടം. ബുധനാഴ്ച രാത്രി അമേരിക്കൻ സമയം 9:30 വാഷിംഗ്ടൺ റീഗൻ നാഷണൽ എയർപോർട്ടിന് സമീപമാണ് അപകടം. അമേരിക്കൻ ഈഗിൾ 5342 വിമാനം ലാൻഡിംഗിന് ശ്രമിക്കുന്നതിനിടെ UH-60 സൈനിക ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് പോട്ടോമാക് നദിയിൽ പതിക്കുകയായിരുന്നു. 64 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. 60 യാത്രക്കാരും 4 പേർ ക്യാബിൻ ക്രൂവും.
ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് 3 സൈനികർ. സൈനികർക്ക് ഹെലികോപ്റ്ററിൽ ഫ്ലൈയിംഗ് പരിശീലനം നൽകുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് പോട്ടോമാക് നദിയിലെ രക്ഷാപ്രവർത്തനം. അതിശൈത്യവും പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നു. സാഹചര്യങ്ങൾ അതിസങ്കീർണമാണെന്ന് ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ ഫയർ ആൻഡ് എമർജൻസി മെഡിക്കൽ സർവീസസ് അറിയിച്ചു. They are working diligently in very dark and cold conditions, cold water, to execute this rescue operation. അപകട സമയം 400 അടി ഉയരത്തിലും മണിക്കൂറിൽ 140 മൈൽ വേഗത്തിലുമായിരുന്നു വിമാനം. അതുകൊണ്ട് തന്നെ അപകടത്തിന്റെ വ്യാപ്തി കൂടും. മരണസംഖ്യ സംബന്ധിച്ച യഥാർത്ഥ കണക്കുകൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. 300ഓളം പേരാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.